ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടൊരു പലാസോ പാൻറ് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിനു മുന്നേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് വെച്ചാൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ പലാസോ പാൻറ്റിന് വേണ്ട അളവുകളൊന്ന് നോക്കാം. ആദ്യം തന്നെ ഫുൾ ലെങ്ത്താണ് വേണ്ടത്. എനിക്കിവിടെ ഈ ഒരു പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 38 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ചാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ടോട്ടൽ 42 ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്തായിട്ട് വരുന്നത്. അതിൽ 2 ഇഞ്ച് നമ്മൾ മുകളിൽ എലാസ്റ്റിക് വെച്ചിട്ട് മടക്കി തയ്ക്കാനും 2 ഇഞ്ച് താഴ്ഭാഗം മടക്കി അടിക്കാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ 4 ഇഞ്ച് ഫുൾ ലെങ്ത്തിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. ഇനി വേണ്ടത് ഹിപ്പ് റൗണ്ടാണ്. ഇവിടെ ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എലാസ്റ്റിക് ഇടുന്ന ഭാഗത്തെ അല്ലെങ്കിൽ നമ്മൾ പാൻറ് കെട്ടണ ഭാഗത്തെ വിഡ്ത്തല്ല നമ്മൾ എടുക്കുന്നത്. നമ്മുടെ ബാക്ക് പോർഷനിൽ ഏറ്റവും വണ്ണം കൂടിയ ഭാഗം ഉണ്ടാവില്ലേ, അവിടുത്തെ വിഡ്ത്തിനെയാണ് നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യണത്. എനിക്കിപ്പോൾ ആ ഒരു വണ്ണം എന്ന് പറയുന്നത് 40 ഇഞ്ചാണ്. അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10. അതിൻ്റെ കൂടെ നമ്മളൊരു 2 ഇഞ്ചാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ 12 ഇഞ്ചാണ് നമ്മൾ ഇവിടുത്തെ വണ്ണായിട്ട് എടുക്കണത്. ഇനി നമുക്ക് അടുത്തത് ക്രോച്ച് ഏരിയയാണ് കണ്ടുപിടിക്കാനുള്ളത്. അത് നമുക്ക് ഒന്നുകിൽ ഈ 12 താഴേക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് 13 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾ അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ 1 ഇഞ്ചിന് പകരം 2 ഇഞ്ച് 3 ഇഞ്ചൊക്കെ താഴേക്ക് ഇറക്കിയിട്ട് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഇവിടേക്ക് ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആം ഹോളിനൊക്കെ ഷേപ്പ് വരയ്ക്കണ പോലെ ഇവിടെ ഒന്ന് ഷേപ്പ് വരച്ച് കൊടുക്കുക. അതിനുശേഷം താഴ്ഭാഗത്തെ വണ്ണായിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് ഈ ഒരു 13 ഇഞ്ച് തന്നെയാണ്. നിങ്ങൾക്ക് ഇനിയും വണ്ണം കൂടുതൽ വേണമെന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്കിത് ഇവിടെ നിന്ന് നേരെ സ്ട്രൈറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് വരച്ചു കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൻറ്റിൻ്റെ അളവുകൾ എന്ന് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ തുണിയിൽ എങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇനി നമ്മളിവിടെ തുണി എങ്ങനെയാണ് ഫോൾഡ് ചെയ്തിട്ടിരിക്കണമെന്നൊന്ന് നോക്കാം. ആദ്യം വീതിയുടെ ഭാഗത്തേക്ക് നമ്മൾ 2ആയിട്ടൊന്ന് മടക്കി അതിന് ശേഷം വീണ്ടും ആ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് മടക്കണത്. കാരണം എനിക്ക് തുണി ആകെ 2 മീറ്ററാണ് വരുന്നത്. അതുകൊണ്ട് ലെങ്ത് വൈസ് എനിക്ക് 42 ഇഞ്ച് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിഡ്ത്ത് വൈസ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് തുണി മടക്കിയിരിക്കണമെന്ന് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ നമ്മുടെ തുണിയുടെ വീതിയുള്ള ഭാഗം. ഇത് നീളവശമാണ്. അപ്പം ഞാൻ ആദ്യം വീതി ഭാഗത്തേക്ക് ഒന്ന് 2ആയിട്ട് മടക്കി അതിന് ശേഷം വീണ്ടും വീതിയുടെ ഭാഗത്തേക്ക് തന്നെയാണ് 2ആയിട്ട് മടക്കണത്. ഇങ്ങനെ മടക്കുമ്പോഴാണ് എനിക്ക് ലെങ്ത്ത് കറക്റ്റായിട്ട് കിട്ടണുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ മടക്കിയിരിക്കുന്നത്. ഇനി ഫസ്റ്റിൽ ഞാനിവിടെ നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് എലാസ്റ്റിക് ഇട്ടിട്ട് മടക്കി തയ്ക്കാനുള്ള ഭാഗമാണ്. അത് നമ്മളൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇനി നമ്മുടെ ഹിപ്പിൻ്റെ റൗണ്ട് എന്ന് പറയണത് 40 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം എന്ന് പറയുമ്പോൾ 10 ഇഞ്ച്. അതിൻ്റെ കൂടെ 2 ഇഞ്ചാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ 12 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. താഴ്ഭാഗത്തേക്ക് നമ്മൾ ഒന്നല്ല നമുക്ക് ഈ 12 ഇഞ്ചിനെ മാർക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 13 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മളൊന്ന് വരച്ചെടുക്കുകയാണ്. അതിനുശേഷം ഇവിടേക്ക് ഒരു 2 ഇഞ്ചോ 2.5 ഇഞ്ചോ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആം ഹോളൊക്കെ വരയ്ക്കണ പോലെ ഇവിടെ ഒന്ന് ഈ ഒരു രീതിയിൽ വരച്ചു കൊടുക്കുക. ഇത് ഇത്ര കുഴിക്കണം എന്നില്ല കേട്ടോ, ഇങ്ങനെ വരച്ചു കൊടുത്താലും മതി. ഈ ഒരു രീതിയിൽ വരച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ താഴ്ഭാഗത്തെ വീതിയായിട്ട് ഈ ഒരു 13 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കണത്. അവിടെ നിന്ന് നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം നമ്മൾ താഴ്ഭാഗത്തു നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് താഴ്ഭാഗം മടക്കി അടിക്കാനുള്ളതാണ്.
എനിക്കിപ്പോൾ ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ കറക്റ്റ് 41.5 ഇഞ്ചൊക്കെയാണ് വരുന്നുള്ളൂ. എന്നാലും ഞാനിവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൻറ്റിൻ്റെ മാർക്കിംഗ് എന്ന് പറയണത്. ഈ ഒരു ലൈന് നമ്മൾ മുകൾ ഭാഗത്തേക്ക് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ താഴ്ഭാഗത്തേക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി ഞാൻ ഇതൊന്ന് നിവർത്തി കാണിക്കാം. ഈ രീതിയിലുള്ള 2 പീസാണ് നമുക്ക് കിട്ടുക. ഈ ഒരു തുണിയുടെ നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. അതിനുശേഷം ഇവിടെ നിന്നൊരു 1/2 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക. സെയിം രീതിയിൽ തന്നെ ഈ ഒരു ഭാഗത്തും സ്റ്റിച്ച് ചെയ്യാണ്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ഇഞ്ചിലാണ് ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോണത്. നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ അടുത്ത ഭാഗവും അടിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഒരു 2 ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിനെ നേരെ ഈ ഒരു രീതിയിൽ ആക്കുകയാണ്. ഈ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം ഇവിടെ നമ്മളൊരു 2 ഇഞ്ചിൽ മടക്കി അടിച്ചു കൊടുക്കുകയാണ്. ആദ്യം ഒരു 1 ഇഞ്ചിൽ മടക്കുക, വീണ്ടും ഒന്നുകൂടെ 1 ഇഞ്ചിൽ മടക്കിയിട്ട് ഇവിടെ 2 ഭാഗവും അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ താഴ്ഭാഗത്തു നിന്ന് നമുക്കൊരു 1 ഇഞ്ചിൽ അടിച്ചു കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ നിന്ന് നേരെ ഈ ഒരു രീതിയിൽ ഇവിടെ നിന്നൊക്കെ എത്തുമ്പോൾ ഒരു 1/2 ഇഞ്ച് കൊടുത്താൽ മതി. ഇവിടെ നിന്ന് ഈ ഒരു രീതിയിൽ അടിച്ച് നേരെ താഴ്ഭാഗം വരെ അടിക്കുകയാണ്. ആദ്യം നമ്മൾ 1 ഇഞ്ചിലൊന്ന് മടക്കുക, ശേഷം വീണ്ടും 1 ഇഞ്ചിൽ മടക്കുക. ഈ ഒരു രീതിക്കാണ് നമ്മളിവിടെ മടക്കി കൊടുക്കുന്നത്. താഴ്ഭാഗം നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഭാഗം ഇതേ രീതിയിൽ തന്നെ മടക്കി അടിച്ചു കൊടുക്കാം. രണ്ട് ഭാഗവും നമ്മളങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നമ്മൾ സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. താഴ്ഭാഗം നമ്മളിപ്പോൾ 1 ഇഞ്ചാണ് എടുക്കുന്നത്. കറക്റ്റായി പിടിച്ചിട്ട് മുകളിലേക്ക് അടിച്ചു കൊണ്ടുവരികയാണ്. ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗം വരുമ്പോൾ 2 ഭാഗവും ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് വേണം അടിക്കാൻ. ക്രോച്ചിൻ്റെ ഭാഗത്ത് നമ്മളൊരു 1/2 ഇഞ്ച് വെച്ചിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഇനി ഇത് ഒരു സ്റ്റിച്ചും കൂടെ തൊട്ടടുത്ത് കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. എലാസ്റ്റിക്കിൻ്റെ നീളം നമ്മൾ കണക്കാക്കുന്നത് നമ്മൾ പാൻറ് കെട്ടണ ഭാഗത്ത് എത്രയാണോ വിഡ്ത്ത് വരുന്നത് അതിനേക്കാൾ ഒരു 3 ഇഞ്ച് കുറച്ചിട്ട് എടുക്കുക. എനിക്കിപ്പോൾ ഇവിടെ ഞാൻ പാൻറ് കെട്ടണ ഭാഗത്തെ വിഡ്ത്ത് വരുന്നത് 37 ഇഞ്ചാണ്. അതിൽ നിന്നൊരു 3 ഇഞ്ച് കുറച്ചിട്ട് 34 ഇഞ്ചിലാണ് ഞാൻ ഈ എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കണത്. കറക്റ്റ് അതെ 34 ഇഞ്ചിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ എലാസ്റ്റിക് ഒന്ന് 1/4 ഇഞ്ച് വെച്ചിട്ടൊന്ന് അടിച്ചു ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതാ ഈ ഒരു ഇതിലൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യം നമ്മളിത് ഇവിടെ ഒരു 1/2 ഇഞ്ചിൽ മടക്കുക. അതിനുശേഷം എലാസ്റ്റിക് വെച്ചിട്ട് ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ എലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ പോണത്. എലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടെ അല്ല നമ്മൾ അടിക്കണത്, അതിനോട് ചേർന്നിട്ടാണ് നമ്മൾ അടിച്ചു പോകണത്. അപ്പോൾ നമുക്കൊന്ന് അടിച്ചു വെക്കാം. നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങനെ എലാസ്റ്റിക്കിനെ വലിച്ചെടുത്തിട്ട് കറക്റ്റായിട്ട് അടിച്ചു കൊടുത്താൽ മതി. ഞാൻ എപ്പോഴും എലാസ്റ്റിക് വെച്ച് കൊടുക്കാറ് ഈ ഒരു രീതിയിൽ തന്നെയാണ്. നമുക്ക് കറക്റ്റായിട്ട് കിട്ടാറുമുണ്ട്. ഈ ഒരു എൻഡ് പോർഷനിൽ എത്തുമ്പോൾ നമ്മൾ അതിനൊന്ന് ഈ ഒരു രീതിയിൽ പുറത്തേക്ക് എടുത്താൽ നമുക്കിവിടെ കറക്റ്റായിട്ട് തന്നെ കിട്ടും. നമ്മളിപ്പോൾ അവിടെ എലാസ്റ്റിക് കറക്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റായിട്ട് ചുളിവുകൾ ഒരുമിച്ചാക്കുക. ഇനി നമ്മൾ ഇതിനൊന്ന് വലിച്ചു പിടിച്ചിട്ട് സെൻറ്റർ ഭാഗത്ത് കൂടെ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ തയ്ച്ച സിമ്പിളായിട്ടുള്ള പലാസോ പാൻറ്. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് തയ്ച്ചു നോക്കുക. ഏറ്റവും സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്ക്കാൻ പറ്റിയൊരു പാൻറ്റാണിത്.
അപ്പോൾ അതെ നമ്മുടെ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.